ഡിവൈൻ വ്ളോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇന്ന് നമുക്ക് മഹാദേവനെ കുറിച്ചൊന്ന് പറയാം. ത്രിമൂർത്തികളിൽ സംഹാരകാരകനായ ശിവൻ തമോ ഗുണമൂർത്തിയാണ്. ശിവൻ വസിക്കുന്ന ചുടലക്കളം, പൂശുന്ന ചുടലഭസ്മം, ധരിച്ചിരിക്കുന്ന അസ്ഥിമാല, കപാലം, ആഭരണങ്ങളായ സർപ്പങ്ങൾ, കണ്ഠത്തിലെ വിഷം, ത്രിനേത്രം ഇവയെല്ലാം സംഹാരത്തിൻ്റെ പ്രതീകങ്ങൾ തന്നെയാണ്. ശിവം എന്ന വാക്കിന് അർത്ഥം മംഗളം എന്നാണ്. ശിവൻ എന്നാൽ മംഗളം പ്രദാനം ചെയ്യുന്നവൻ. ഭഗവാൻ ദേവാദിദേവനാണ്. ഭഗവാൻ ജനിച്ചിട്ടില്ല, മാതാപിതാക്കളും ഇല്ല, സ്വയംഭൂവാണ്. മഹാദേവൻ തൻ്റെ ശക്തിയായ പാർവതീദേവിയോടൊപ്പം കൈലാസത്തിൽ വസിക്കുന്നു എന്നും ഭഗവാന്റെ തിരുജടയിൽ ഗംഗാദേവി ഉണ്ടെന്നും നമുക്കറിയാം. ഭഗവാന്റെ വാഹനം നന്ദീശ്വരനാണ്. ഭഗവാന്റെ ഭക്തനും കൈലാസത്തിൻ്റെ കാവൽക്കാരനുമായി നന്ദീശ്വരനെ കാണപ്പെടുന്നു. പ്രപഞ്ചത്തിൻ്റെ മാതാപിതാക്കളായിട്ടാണ് പാർവതീ പരമേശ്വരനെ കാണപ്പെടുന്നത്. മഹാദേവനെ പരമഗുരുവായും കാണാം. ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടതാണല്ലോ രുദ്രാക്ഷം. രുദ്രൻ്റെ അക്ഷിയിൽ നിന്നും വീണത് രുദ്രാക്ഷം എന്നറിയപ്പെടുന്നു. ഭഗവാന് രുദ്രാക്ഷം മാത്രമല്ല പ്രിയം, അത് ധരിക്കുന്ന ഭക്തന്മാരെയും ഏറെ ഇഷ്ടമാണ്. ധരിക്കുന്നവരുടെ പാപങ്ങളെല്ലാം നശിച്ച് ശിവലോകപ്രാപ്തി ഉണ്ടാകുന്നു. രുദ്രാക്ഷത്തിൻ്റെ ദർശനവും സ്പർശനവും പുണ്യം തന്നെയാണ്. അതുപോലെ തന്നെ മാഹാത്മ്യം കൂവളത്തലയ്ക്കുമുണ്ട്. അത് ഭഗവാന്റെ 3 കണ്ണുകളായി കരുതപ്പെടുന്നുണ്ട്. ശിവലിംഗമായിട്ടാണ് ഭഗവാനെ നമ്മൾ ആരാധിക്കാറ്. അനേക രൂപങ്ങളിൽ ഭഗവാനെ ഉപാസിക്കാറുണ്ട്. എണ്ണമറ്റ മൂർത്തിഭേദങ്ങളുണ്ട്. രുദ്രൻ, ദക്ഷിണാമൂർത്തി, കിരാതമൂർത്തി, അർദ്ധനാരീശ്വരൻ, മൃത്യുഞ്ജയൻ, അങ്ങനെ പല ഭേദങ്ങളും ഭഗവാനുണ്ട്. രോഗശമനത്തിനായുള്ള ധാര വഴിപാട് ഭഗവാന് പ്രധാനപ്പെട്ടതാണ്. ശുദ്ധജലം, ഇളനീര്, പാൽ, നെയ്യ്, തേൻ, കരിമ്പിണ്ണീര് മുതലായവ അഭിഷേക ദ്രവ്യങ്ങളാണ്. ഭസ്മവും അഭിഷേകത്തിന് പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. മൃത്യുഞ്ജയ ഹോമവും രോഗശമനത്തിനുള്ള പ്രധാന വഴിപാട് തന്നെയാണ്. ഇനി ഭഗവാന്റെ മൂലമന്ത്രം പറയാതെ തന്നെ അറിയാം. പഞ്ചാക്ഷരിയാണ്. ഓം നമഃ ശിവായ. പ്രധാന ദിവസം തിങ്കൾ, പ്രധാന വ്രതം ശിവരാത്രി, തിരുവാതിരനാൾ, പ്രദോഷം, 30 തിങ്കൾ ഒക്കെയാണ്. നിർഗുണ നിരാകാരമായ ആ പരബ്രഹ്മത്തെ നമുക്കുപാസിച്ച് എല്ലാ പാപങ്ങളും അകറ്റി മോക്ഷപദത്തിൽ എത്താൻ സാധിക്കും. എല്ലാവരും ദിവസവും 108 ഉരു പഞ്ചാക്ഷരി ജപിക്കുക. അതിന് സാധിക്കാത്തവർ 8 ഉരു എങ്കിലും ജപിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹരി ഓം.